ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ആദ്യഘട്ട വോട്ടെടുപ്പ് അവിടെ നടക്കുകയാണ് വത്തിക്കാനില്. ഇന്നത്തെ ദിവസത്തെ ആദ്യഘട്ട വോട്ടെടുപ്പ് മൊത്തത്തിൽ നോക്കുമ്പോൾ രണ്ടാമത്തെ വോട്ടെടുപ്പ് നടക്കുകയാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയം. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, അതായത് എനിക്ക് തോന്നുന്നു അരമണിക്കൂറും കൂടിയുള്ളൂ. അരമണിക്കൂറിനുള്ളിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ വത്തിക്കാനിൽ ആ പുകക്കുഴലിൽ പുക വരും, വെളുത്ത പുക വരും. അപ്പൊ ആ ഒരു വളരെ പ്രധാനപ്പെട്ട സമയത്ത് നമ്മൾ സംസാരിക്കുന്നത്. എങ്ങനെയാണ് അച്ഛൻ ഈ ഒരു കോൺക്ലേവിനെ എങ്ങനെയാണ് അച്ഛൻ നോക്കിക്കാണുന്നത്? ഞങ്ങൾ ഓസ്ട്രേലിയയിലുള്ള സഭ മുഴുവൻ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ ജനത മുഴുവൻ, പ്രത്യേകിച്ച് സീറോ മലബാർ വിശ്വാസികൾ മുഴുവൻ ഇങ്ങനെ കുഴലിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഒരു നല്ലൊരു പാപ്പയായിട്ട് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അപ്പോ ഇവിടെ നിന്ന് ആകെ ഒരു കാർഡിനാലാണ് ഇവിടുന്ന് പങ്കെടുക്കുന്നതായിട്ടുള്ളത്. അത് ഓസ്ട്രേലിയനിലെ ഉക്രൈൻ സഭയുടെ ഇവിടുത്തെ അധ്യക്ഷനായ മൈക്കിളോ ബിഷോക്കാണ് പങ്കെടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹമാണ് യങ്ങസ്റ്റ്. അതെ, 45 വയസ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ, യങ്ങസ്റ്റ് കാർഡിനലാണ്. അപ്പോ അദ്ദേഹം കൂടി പങ്കെടുക്കുന്നു. അപ്പൊ ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ എന്നുള്ളത് ഇങ്ങനെ ഞങ്ങളും പ്രാർത്ഥിച്ച് ഇങ്ങനെ കാത്തിരിക്കുന്ന, ഓസ്ട്രേലിയ മുഴുവൻ കാത്തിരിക്കുന്നു. എനിക്കൊന്ന് ഓഷ്യാനയിൽ നിന്ന്, ഇപ്പൊ ഓസ്ട്രേലിയയിലാണ് അച്ഛൻ, അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓഷ്യാന ഭൂഖണ്ഡത്തിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ ഓഷ്യാന ഭൂഖണ്ഡം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു കർദിനാൾ മാത്രമേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം അത് 4 ഉയർന്നിട്ടുണ്ട്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അത്രയും 3 കർദിനാൾമാരെ അധികം ഓഷ്യാനയിൽ നിന്ന് സൃഷ്ടിച്ചത്. അതെ അതെ, നല്ല ഭൂരിഭാഗം കാർഡിനൽസിനെ വെച്ചതും ഈ ലിസ്റ്റിലുള്ള വെച്ചതും ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ്. എങ്ങനെയാണ് എന്തായാലും എനിക്ക് തോന്നുന്നു 45 ഉക്രൈൻ പൗരൻ ജനിച്ചത് അവിടെയാണ്, അല്ലെങ്കിൽ ഉക്രൈൻ സഭയാണോ, ഗ്രീക്ക് സഭയിൽ നിന്നുള്ള കർദിനാളാണോ? ഉക്രൈനിയൻ സഭയിൽപ്പെട്ടതാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ ഉക്രൈനിയൻ ചർച്ചിന്റെ അധിപനായിട്ടുള്ളത്. നമ്മുടെ സീറോ മലബാറിന്റെ മെൽബൺ ഡയസിസ് പോലെ ഉക്രൈനിയൻ സഭയുടെ അധ്യക്ഷൻ അദ്ദേഹമാണ്. അതെ, അവിടെയുള്ള വിശ്വാസികളുടെ ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഈ 45 വയസ്സുള്ള കർദിനാൾ, ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാള് ഞങ്ങളുടെ അവിടെ നിന്ന് ചേരുന്നു, ഞങ്ങളുടെ അവിടെ നിന്നുള്ളൊരു മാർപ്പാപ്പ തന്നെ വരണം എന്നൊക്കെ ഒരു ആഗ്രഹം ഓസ്ട്രേലിയക്കാരുണ്ടോ? അത് അവിടെയുള്ള വിശ്വാസികളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ മാർപ്പാപ്പ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ന് പറയാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും സ്വന്തം രാജ്യത്ത് നിന്ന് ഒരാളുണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. അതെ, എന്നതുപോലെ തന്നെ ഇവർക്കും ആഗ്രഹമുണ്ട് സ്വന്തം രാജ്യത്ത് നിന്ന് ഒരാൾ. പക്ഷെ ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള, അല്ലെങ്കിൽ ജോർജ് പെൽ ഇവിടുത്തെ ഒരു കാർഡിനലായിരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്ന. അപ്പൊ എന്നതുപോലെ ഇതൊരു ഉക്രൈനിയൻ സഭയുടെ ആളാണ്, എന്നാലും അദ്ദേഹവും ആകണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് ഓസ്ട്രേലിയയിലെ വിശ്വാസ സമൂഹം മുഴുവൻ കാത്തിരിക്കുന്നത് അല്ലേ? അച്ഛൻ സീറോ മലബാർ സഭയിൽ നിന്നും കൂടിയാണ്. അതെ അതെ, സീറോ മലബാർ സഭയില് അച്ഛൻ അവിടെ ഏത് രൂപതയിലാണ് സേവനം ചെയ്യുന്നത്? മെൽബൺ രൂപതയുടെ നോർത്തേൺ ടെറിട്ടറി സ്റ്റേറ്റിന്റെ ക്യാപിറ്റലായ ഡാർവിൻ എന്ന് പറയുന്ന അവിടുത്തെ സീറോ മലബാർ സമൂഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. അച്ഛൻ നാട്ടില് നമ്മുടെ രൂപത വരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത. ഓക്കെ അച്ഛാ. മറ്റൊരു കാര്യം അച്ഛാ, ഈ സീറോ മലബാർ സഭയെ സംബന്ധിച്ചോളം വളരെ മറ്റൊരു അഭിമാനകരമായ സമയമാണ്. അതായത് യംഗസ്റ്റ് കർദിനാൾമാരിൽ ഒരാളാണ് നമ്മുടെ കുവക്കാട് പിതാവിന് ഈ സിസ്റ്റൈൻ ചാപ്പലിൽ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാന പങ്കും അദ്ദേഹം വഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് അതിനെ കാണുന്നത്? വളരെ അഭിമാനമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാർഡിനൽഷിപ്പ് കിട്ടുകയും ഈ സിസ്റ്റൈൻ ചാപ്പലിലെ ഈ കോൺക്ലേവിൽ അദ്ദേഹത്തിന് ഒരു മുഖ്യ പങ്ക് കിട്ടുകയും ചെയ്തപ്പോ സീറോ മലബാർ സഭയിലെ ഒരു അംഗമെന്നുള്ള നിലയിൽ വലിയ അഭിമാനമാണ് എനിക്കുള്ളത്, എല്ലാ വിശ്വാസികൾക്കും ഉള്ളത്. മറ്റു കാർഡിനൽമാരെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ചാൻസും കൂടെ, അതായത് ഉടനെ കർദിനാളായ ഉടനെ തന്നെ ഒരു പോപ്പിനെ എലക്ട് ചെയ്യാനുള്ള കോൺക്ലേവിൽ പങ്കെടുക്കുക എന്നുള്ളതും അതിന്റെ മുഖ്യ ഒരു പങ്ക് വഹിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും വളരെ സീറോ മലബാർ സഭയ്ക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ്. അതെ, അദ്ദേഹത്തിനെ ചോദിക്കുമ്പോൾ ഒരു വൈദികനായിരിക്കുകയാണ് കർദിനാളായത്. അതെ, നമ്മളൊക്കെ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. നമുക്ക് നേരിട്ട് ഒരു വൈദികനായിരിക്കെ കർദിനാളാക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പണ്ടൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ലേറ്റസ്റ്റ് നമ്മൾ നേരിട്ട് കാണാം. അതൊരു ഭയങ്കര സഭയ്ക്ക് കിട്ടിയൊരു നേട്ടം, അനുഗ്രഹമാണ്. കർദിനാളായതിന്റെ ഒരു പുൽമൂടി തീരുന്നതിന് മുമ്പ് തന്നെ
ചരിത്രപരമായ മറ്റൊരു നിയോഗം ലഭിക്കുകയാണ്. അതെ. അതും ആ സിസ്റ്റൈൻ ചാപ്പലിൽ പങ്കെടുക്കുന്ന കർദിനാൾമാര്, മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ പങ്കെടുക്കുന്ന കർദിനാൾമാര് അതിലൊരു മുഖ്യ പങ്ക് വഹിക്കുന്ന, വെറും ഒരു പാർട്ടിസിപ്പേഷൻ മാത്രമല്ല, മറ്റു കാര്യങ്ങളുടെയൊക്കെ ചുമതലകൾ കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഭിമാനം. അതെ, എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ സീറോ മലബാർ വിശ്വാസികൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ തന്നെയാണ് വത്തിക്കാനിലേക്ക് നോക്കുന്നത്. തങ്ങളുടെ ആ ഒരു കർദിനാളിനെ കാണുവാനും കൂവക്കാട് പിതാവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും, പിന്നെ മറ്റ് കർദിനാൾമാരുമായിട്ടൊക്കെ കൂവക്കാട് പിതാവ് വർഷങ്ങളായിട്ട് അവിടെ വത്തിക്കാനിലുണ്ട്, നയതന്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യത്തെയും കർദിനാൾമാരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം കൂവക്കാട് പിതാവിനുണ്ടാവും. നല്ലൊരു ബന്ധം. അത് വത്തിക്കാൻ കൂരിയായിൽ അംഗമായിരുന്നത് കൊണ്ട് മിക്കവാറും ലോകരാജ്യങ്ങളിലെ എല്ലാ കാർഡിനൽസുമായിട്ടൊരു നല്ല ആത്മബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത കൂടിയാണ്. തീർച്ചയായിട്ടും. എന്തായാലും എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം. ആരാകും മാർപ്പാപ്പ എന്നറിയില്ല. മാർപ്പാപ്പയാവാനായിട്ട് കാത്തിരിക്കുന്ന വളരെ മണിക്കൂറുകളാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആ ഒരു വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. കർദിനാൾമാര് തങ്ങളുടെ പേരുകൾ ഇപ്പോൾ എഴുതുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്നുള്ളത്. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ എന്റെ മനസ്സിലുള്ളത് എന്താ വെച്ചാ ഇപ്പോൾ തന്നെ അത് സംഭവിക്കാം. തീർച്ചയായിട്ടും. എന്തായാലും ഞങ്ങളും അത് തന്നെയാണ്. ഞങ്ങൾ ഇന്നലെ എന്ന് പറയുന്നില്ല, ഇപ്പൊ അച്ഛൻ ഓസ്ട്രേലിയ ആകുമ്പോൾ ഇന്നലത്തെ കണ്ടായിരുന്നു അച്ഛൻ? അവസാന നിമിഷം കർത്തവക വരുന്നത് വരെ ഉണ്ടായിരുന്നോ തത്സമയം? ഞാൻ കണ്ടിരുന്നു. അതല്ലേ, അത് ഈ ഓസ്ട്രേലിയ സമയം എത്ര മണിയായിരുന്നു? അത് ഏകദേശം ഞാൻ ആ സമയം കൃത്യമായിട്ട് നോക്കിയില്ല. ഓക്കെ. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ന് വെളുപ്പിന് ആയിരുന്നു. വെളുപ്പിന് 12:30 കഴിഞ്ഞപ്പോഴേക്കാണ് ഈ കാണുന്ന കർത്തവക ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഏകദേശം ഇന്ത്യൻ സമയം 10:30 കാണുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. 10:30 കഴിഞ്ഞു, 11:30 വരെ വെയിറ്റ് ചെയ്തു, വീണ്ടും 12:30 വരെ. 12:30 നമ്മൾ ഈ കാണുന്ന ആ ദൃശ്യം ഞങ്ങളിലേക്ക് എത്തിയത്. ഒരു പക്ഷേ വൈകിട്ട് ഒരു 6 മണിയാവും, രാവിലെ 6 മണിയാവുന്നു അല്ലേ? ഓക്കെ. ഇത്ര സമയ വ്യത്യാസമുണ്ടല്ലോ. എന്തായാലും ഇവിടെ ഇപ്പോൾ 3.5 മണിക്കൂർ, റൂമിൽ നിന്ന് 3.5 മണിക്കൂറാണ് നമ്മുടെ ഇന്ത്യയിൽ സമയവ്യത്യാസം നടക്കുന്നത്. എന്തായാലും 1:30 മണി ആയിട്ടുണ്ട് ഇന്ത്യയിൽ. ഇവിടെ 2 മണിയോടുകൂടി തന്നെ നമുക്ക് പുക കാണാം. അതിനകത്ത് മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ 2 മണിക്ക് നമുക്ക് ആ ഒരു പുക കാണാൻ സാധിക്കുകയില്ല എന്നാണ്. എല്ലാം കൂടി ഒരുമിച്ച് ഇന്ത്യൻ സമയം ഒരു 3:30 അടുത്ത റിസൾട്ട് അവർ കാണിക്കുകയുള്ളൂ. അതും പറ്റ പത്രത്തിലൊക്കെ പറഞ്ഞു. അടുത്ത കാലങ്ങളിൽ മാർപ്പാപ്പന്മാരെ തെരഞ്ഞെടുക്കപ്പെട്ടതിലൊക്കെയും മിക്കവാറും 2 ദിവസം കൊണ്ട് തന്നെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മാക്സിമം ആണ് 4 ദിവസമായിട്ടുള്ളത്. അതെ, ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തത് 2-ാം ദിവസം. അതായത് നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് നടന്ന ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പില് 4ാമത്തെ തെരഞ്ഞെടുപ്പ് ആ സമയത്ത് മൊത്തം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. എന്തായാലും ഒരുപാട് നന്ദി അച്ഛാ, ഓസ്ട്രേലിയയിൽ നിന്നുള്ള വിശ്വാസികളുടെ അവിടുത്തെ പ്രതികരണം. കാരണം നമ്മളാ ഒരു ശതമാനമൊക്കെ നോക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള വോട്ടിംഗ് ശതമാനം ഉയർന്നിരുന്നു. 4 കർദിനാൾമാരുണ്ട്. ഒരു കർദിനാളിൽ നിന്നാണ് 4 കർദിനാൾമാരിലേക്ക് ഉയർന്നത്. അപ്പോൾ അവിടുത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു അനുഭവമാണ്. അപ്പൊ ഓസ്ട്രേലിയയിൽ നിന്നുള്ള വിശ്വാസികളുടെ പ്രതികരണവും അതെ. ഓക്കെ അച്ഛാ, എന്തായാലും ഒരുപാട് നന്ദി ഇത്ര നേരം പ്രേക്ഷകരുമായി സംസാരിച്ചതിനെല്ലാം. ഉടനെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പ്രാർത്ഥനയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിക്കാം. നമ്മുടെ പുതിയ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. പ്രത്യേകിച്ച് ഈ മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മണിക്കൂറിലൂടെ നമ്മൾ പോവുകയാണ്. നമ്മളെ കാണുന്ന പ്രേക്ഷകരോടും ഇത് അറിയാൻ പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട മണിക്കൂറിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കാൻ. ഒരുപാട് നന്ദി അച്ഛാ പ്രതികരിച്ചതിനൊപ്പം. വീണ്ടും അച്ഛനെ കാണാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു.